+2 ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം സീരീസിലെ പാർട്ട് 6 ആണിത്. 14th ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഫൈൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ബൈ UV മെത്തേഡ് കാൽക്കുലേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ആൻസർ എഴുതണം? ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിലേക്ക് അതേപടി പകർത്തി, അതാണ് എയും. ഇനി വേറെ എയും എഴുതണമെന്നില്ല. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് പാർട്ട് 5 കാണുക. ക്വസ്റ്റ്യൻ ഒന്നും മുറിക്കാതെ അതേപടി ഇങ്ങനെ പകർത്തിയിട്ടുണ്ട്. ഫൈൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ബൈ UV മെത്തേഡ് കാൽക്കുലേഷൻ. അപ്പാരറ്റസ് ലെൻസ്, സ്റ്റാൻഡ്, സ്ക്രീൻ, ഇലുമിനേറ്റഡ് വയർഗോസ് അല്ലെങ്കിൽ കാൻഡിൽ. ഇനി തിയറി പാർട്ട്, ഇതാണ് ഏറ്റവും കമ്പൽസറി ആയിട്ടുള്ള പാർട്ട്. മെത്തേഡ് ആയതുകൊണ്ട് ഈ ഇക്വേഷനെ ഉപയോഗിക്കാം. 1/f = 1/u + 1/v, f = uv/u + v. അതിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എഴുതണം. ലെൻസ്, മിറർ പോലെയുള്ള എക്സ്പെരിമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ റേ ഡയഗ്രാം കമ്പൽസറി ആണ്. റേ ഡയഗ്രാം എന്ന് പറയുമ്പം ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു, ലെൻസ് എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മിറർ എവിടെ ഇരിക്കുന്നു, ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു, അതിൽ വെറുതെ ലൈൻ വരച്ചിട്ടാൽ പോരാ, റേ വരയ്ക്കണം. റേ ആരോ മാർക്ക് ശരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ U മാർക്ക് ചെയ്യുക, V മാർക്ക് ചെയ്യുക. ഇതാണ് റേ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതൊക്കെ വരച്ച് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അത് കഴിഞ്ഞ് ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. റെക്കോർഡിൽ നിങ്ങൾ വലിയൊരു ടാബുലാർ കോളമാണ് വരച്ച് വെച്ചിട്ടുള്ളത്. അവിടെ UV ഗ്രാഫും 1/u 1/v ഗ്രാഫും എല്ലാം ഒരു ക്വസ്റ്റ്യനായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ശീലം വേണമെന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒരു കുട്ടിക്ക് വരില്ല. ഏതെങ്കിലും ഒരു മെത്തേഡേ ഒരു കുട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ ടാബുലാർ കോളം ആവശ്യമുള്ളതിന് മാത്രം വരച്ചാൽ മതി. നമുക്ക് U സീരിയൽ നമ്പർ UV യൂണിറ്റ്സ് എഴുതുക, F കാൽക്കുലേഷൻ മെത്തേഡാണ്. അപ്പം ഈ ഒരു ഇത്രയും കോളം മതി. ഇതിൽ 1/u 1/v കോളം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 റീഡിങ് എഴുതാനുള്ള വലിപ്പത്തിൽ കോളം വലുതാക്കി വരയ്ക്കുക. പിന്നെ മീൻ F = സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്ത് മീറ്ററിലേക്ക് മാറ്റുമ്പം -10⁻² മീറ്റർ എന്നെഴുതുക. അത് കഴിഞ്ഞ് റിസൾട്ട്. അപ്പോൾ റിസൾട്ട് എഴുതുമ്പം ഇവിടെ ഗ്യാപ്പ് ഇടുകയൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാൻ അഡീഷണൽ ഷീറ്റ് എടുത്തിട്ട് കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴെ തന്നെ അങ്ങ് റിസൾട്ടും എഴുതി കൊടുക്കാം. ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺവെക്സ് ലെൻസ് ബൈ UV മെത്തേഡ് = മീറ്റർ. 10⁻². അപ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. SI യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ അത് എഴുതണം. റിസൾട്ട് എഴുതുമ്പോൾ ഫോക്കൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ എഴുതരുത്, മീറ്ററിലാണ് എഴുതേണ്ടത്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ UV മെത്തേഡാണ് എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്രയും ചുരുക്കി കാര്യങ്ങൾ എഴുതിയാൽ മതി. അപ്പം തിയറി, റേ ഡയഗ്രാം, ആവശ്യത്തിനുള്ള ടാബുലാർ കോളം, റിസൾട്ട്, ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുത്ത് ഇതുപോലെ തന്നെ മറ്റേ എക്സ്പെരിമെൻറ്റിൻ്റെയും 2 സെക്ഷനിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ട്. അത് രണ്ടും എഴുതി എക്സ്റ്റേണൽ എക്സാമിനറെ കാണിച്ചതിന് ശേഷം അത് കറക്റ്റ് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് അപ്പാരറ്റസ് തരും. റീഡിംഗ് എടുത്ത് പിന്നീടാണ് കാൽക്കുലേഷൻ ചെയ്ത് പിന്നെ കൊണ്ടുപോയി കാണിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ക്വസ്റ്റ്യൻസും എഴുതാൻ പഠിച്ചിട്ട് വേണം പ്രാക്ടിക്കൽ എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, താങ്ക് യു.